ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സാത്വികന്റെയും രാജസന്റെയും താമസികന്റെയും ഈ മൂന്ന് ഗുണങ്ങളും വിട്ട ഒരാളുടെയും സ്വഭാവം എന്തെന്ന് നാം അറിയണമല്ലോ. അനേക സ്വഭാവങ്ങൾ പറഞ്ഞതിൽ ചിലത് മാത്രമേ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ. അതിൽ സാത്വികൻ വാസമേകാന്തം, രാജസൻ നഗരാദിയിൽ, ജുദാലയം താമസം, എൻ നികേതനം തന്നെ നിർഗുണൻ. 4 വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഒന്ന് സത്വഗുണം ഉള്ള മനുഷ്യൻ, രണ്ടാമത്തേത് രജോ ഗുണം വളർന്ന ഒരാൾ എങ്ങനെ ജീവിക്കും, മൂന്നാമത്തേത് തമോ ഗുണക്കാരൻ, നാലാമത്തേത് ഈ 3 ഗുണങ്ങളെയും വിട്ട് ഗുണാതീതനായ ഒരാൾ എപ്രകാരമായിരിക്കും, അവരുടെ വാസം എവിടെയായിരിക്കും എന്ന് പറയുന്നു. സാത്വികൻ വാസമേകാന്തം. സാത്വികനായിട്ടുള്ള ഒരാൾ എപ്പോഴും ഏകാന്തമായ വാസത്തിനാണ് ഇഷ്ടപ്പെടുക. താൻ ഒറ്റയ്ക്കായാൽ അവിടെ മറ്റു വിഷയങ്ങളുടെ യാതൊരു സ്പർശവും ഇല്ലാത്തതിനാൽ തൻ്റെ അന്തർഭാഗത്തിരിക്കുന്ന അന്തരാത്മാവിലേക്ക് ആണ്ടിറങ്ങും. അങ്ങനെയുള്ളവർക്ക് ഏകാന്തത ഏറ്റവും അധികം ആനന്ദപ്രദമായിരിക്കും, സമാധാനമായിരിക്കും. ഏകമായ കാന്തനിലേക്ക് ആകർഷിക്കപ്പെടുമ്പോഴാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്നത്. അത് സത്വഗുണം വളരുമ്പോഴാണ് നമുക്ക് ഏകാന്തത ഉണ്ടാവുക. അതിനാൽ സത്വഗുണം, ചില ആളുകൾക്ക് ഏകാന്തത ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവ സത്വഗുണം വളർന്ന ഒരാൾക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും. അവർക്ക് മറ്റ് ഒരു പദാർത്ഥമോ വ്യക്തികളോ ഒന്നും വേണ്ട, താൻ മാത്രം മതി. തൻ്റെ മനസ്സ് ഏകാഗ്രമായി ആ മനസ്സ് തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ പരമമായ ആനന്ദാനുഭൂതിയാണ് ഉണ്ടാവുക. അതിലപ്പുറം ഒരു ആനന്ദം മറ്റു വസ്തുക്കളിൽ നിന്നും കിട്ടുമ്പോൾ ഉണ്ടാവുകയില്ല. അതിനാൽ മറ്റു വസ്തുക്കളെ ആശ്രയിച്ച് എവിടെയും അവർ പോവുകയില്ല, പോകേണ്ട ആവശ്യവും ഇല്ല. ഇതാണ് സത്വഗുണം. സാത്വികൻ വാസമേകാന്തം, രാജസൻ നഗരാദിയിൽ. ഇനി രജോ ഗുണം വളർന്ന ഒരാൾക്കോ എപ്പോഴും കൂട്ടുകാർ വേണം, ആരെങ്കിലുമൊക്കെ വേണം. അത് അവരിങ്ങോട്ട് തേടി വന്നില്ലെങ്കിൽ അങ്ങോട്ടവർ തേടിപ്പോകും. എന്നിട്ട് കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ അവർ കൊടുത്തെന്നും വരും. പിന്നെ അത് തന്നെ കലഹത്തിന് കാരണമായിത്തീരുന്നു. പിന്നെ കൊടുക്കലും വാങ്ങലുമായി അങ്ങനെ കലഹം, അവരിൽ ശത്രുതവും കലഹവും എല്ലാം അതിൻ്റെ കൂടപ്പിറപ്പുകളാണ്. അവർ രാജസൻ നഗരാദിയിൽ, അവർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എവിടെയായിരിക്കും? നഗരത്തിലെ എല്ലാ ആഡംബര വസ്തുക്കളുടെയും മധ്യത്തിൽ എല്ലാ സൗകര്യവുമുള്ള സ്ഥലമായിരിക്കും അവർ താമസിക്കാൻ തിരഞ്ഞെടുക്കുക. എന്നാൽ സാത്വികനാവട്ടെ നഗരത്തിൻ്റെ ആ ശല്യങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധമായ ഗ്രാമത്തിൻ്റെ ഏകാന്തമായ പ്രശാന്ത സുന്ദരമായ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെയായിരിക്കും അവർ വീട് കെട്ടി താമസിക്കുക. ഇതാണ് സാത്വികൻ. എന്നാൽ രാജസനാകട്ടെ അവർക്ക് പട്ടണത്തിൻ്റെ പരിഷ്കാര ജീവിതം ഏറെ ഇഷ്ടപ്പെട്ടതാണ്. അവർക്കെല്ലാ സുഖസൗകര്യങ്ങളും വേണം. അതില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കുകയില്ല. ഇതാണ് രാജസൻ നഗരാദിയിൽ. രാജസൻ നഗരത്തിലാണ്, പട്ടണത്തിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ധാരാളം കൂട്ടുകാർ എപ്പോഴും വേണം, തന്നെ അനുഗമിക്കാൻ പലതും വേണം എന്നവസ്ഥ വരുന്നു. പലതും ഉണ്ടെങ്കിലേ തനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ എപ്പോഴും അന്യമായ ആശ്രയബുദ്ധിയോട് കൂടിയതാണ് രജോഗുണികൾ.
ഇനി തമോ ഗുണക്കാരെവിടെയാണ് വസിക്കുന്നത്? ദ്യുതാലയം. ദ്യുതാലയം എന്നാൽ ചൂത് കളിക്കുന്ന സ്ഥലം, കൂടുതൽ പണം ഇരട്ടിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, മദ്യം കഴിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് ബാറുകളിലും ചൂത് കളിക്കുന്ന സ്ഥലത്തും ചീട്ട് കളിക്കുന്ന സ്ഥലത്തുമായിരിക്കും തമോ ഗുണികൾക്ക് ഏറെ ഇഷ്ടം. അവർ അവിടെ കളിച്ചും കുടിച്ചും അവിടെ അവർ ഉറങ്ങി എന്നും വരാം. വീട്ടുകാരെയൊക്കെ മറക്കും. തൻ്റെ വീട്ടിൽ ഭാര്യ തന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മറന്ന്, തൻ്റെ മക്കളെപ്പോലും മറന്ന് അവർ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മികമായ ലക്ഷ്യം പോലും മറന്ന് ജീവിക്കുന്നവരാണ് തമോ ഗുണക്കാർ. ഇത്തരത്തിലുള്ള ആളുകളും നമ്മുടെ ചുറ്റുപാടുകളിലില്ലേ? അതിനാൽ തമോ ഗുണക്കാർ താമസിക്കുന്നത് ദ്യുതാലയം താമസർ. തമോ ഗുണമുള്ളവർ ദ്യുതാലയത്തിലും എന്നിവാസം നിർഗുണനും. എന്നിവാസം തന്നെ, നികേതനം തന്നെ നിർഗുണൻ. നികേതനം ഈശ്വരൻ്റെ ആവാസസ്ഥാനമാണ് നിർഗുണനായ ഒരാൾ. സാത്വികനായ ഒരാൾ ഏകാന്തത്തിൽ വസിക്കുന്നു. രജോ ഗുണിയായ ഒരാൾ പരിഷ്കാരത്തിൽ ജീവിക്കുന്നു. താമസികൻ താമസിക്കുന്നത് ദ്യുതാലയത്തിലായിരിക്കും. ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബാറിലുമായിരിക്കാം. എന്നാൽ ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ച വ്യക്തികളാണ് ഈശ്വരനിൽ തന്നെ വസിക്കുന്നത്. അവർ സദാ ഈശ്വരൈക ശരണരായിക്കൊണ്ട് ഭഗവാനെ തന്നെ തൻ്റെ ആശ്രയസ്ഥാനമായി കണ്ടുകൊണ്ടാണ് അവരുടെ ജീവിതം. അവരാണ് മാതൃകാപുരുഷന്മാർ. അങ്ങനെയുള്ളവരെയാണ് നാം ആശ്രയിക്കേണ്ടത്. അവരിൽ നിന്നാണ് നാം ഉപദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ശുദ്ധീകരിക്കപ്പെടേണ്ടത്. തമോ ഗുണത്തിൽ നിന്നും നമ്മൾ രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ഗുണാതീതമായ ഈശ്വരനിലേക്കുമാണ് നാം എത്തിച്ചേരേണ്ടത്. അപ്പോൾ മാത്രമേ മാനവജന്മം സഫലമായി തീരുകയുള്ളൂ. അതിന് പറ്റുന്ന വിധത്തിലുള്ള ജീവിതമാണ് നാം ജീവിക്കേണ്ടത്. അതിനാദ്യം ഇത്തരം കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ അതിൽ ആകൃഷ്ടരാവണം. ആകൃഷ്ടരാവണമെങ്കിൽ നാം മുമ്പ് സുഹൃതം ചെയ്തിരിക്കണം. നല്ല കൃത്യങ്ങൾ ചെയ്തവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. അപ്പോൾ സുഹൃതാധിക്യം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് ഉയരാനും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയർന്ന് ഈ ഗുണങ്ങളെ എല്ലാം തന്നെ അതിക്രമിച്ച് പരമകൈവല്യമായിരിക്കുന്ന മോക്ഷത്തിലെത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത്. അതിലേറ്റവും ശ്രേഷ്ഠം മാനവജന്മമാണ്. നമുക്ക് ഭാഗ്യം കൊണ്ട് അത് കിട്ടിയിരിക്കുന്നു. ഇതിനെ സാർത്ഥകമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്. സാത്വികൻ വാസമേകാന്തം രാജസൻ നഗരാദിയിൽ, ദ്യുതാലയം താമസർ നികേതനം തന്നെ നിർഗുണർ.